നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വില്ലന്റെ ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ അവരെ നോക്കി ഗണ്ടുകൊണ്ട് കറക്റ്റായിട്ട് എയിം ചെയ്യണം. മനസ്സിലായോ? ഒരു തവണ ഒന്ന് ചെയ്ത് കാണിച്ച് അഗ്രസീവ് ആയിരിക്കണം. ശരി സാർ. മനസ്സിലായോ? ഫോഴ്സ് ആയിട്ടുണ്ടാവണം. ആരാണ് നീ? ആർട്ടിസ്റ്റ് അവിടെ ഉള്ളപ്പോ ഇവിടെ എന്തിനാണ് എയിം ചെയ്തേ? ആരാ നീ? സാറേ നമ്മുടെ ആർട്ടിസ്റ്റ് തന്നെ സാറേ. 3 പടം ചെയ്തിട്ടുണ്ട്. ഇവനെ മാറ്റി വേറെ ആളെ വെക്ക്. സാറേ ഇപ്പൊ വേറെ ആർട്ടിസ്റ്റ്. കൈ എന്തിനാ വിറയ്ക്കുന്നേ? ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ കൈ വിറയ്ക്കുന്നത്? ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ നീ എന്നെ കണ്ട് എന്തിനാ പേടിക്കുന്നത്? എന്താ സിദ്ധാർത്ഥ്, നിനക്ക് ഇതുവരെ ഭ്രാന്ത് പിടിച്ചില്ലേ? ജ്യൂസിലുള്ള എന്താണെന്നറിയില്ല, ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടോന്ന് സംശയം. നിന്റെ ഡ്രൈവർ എന്റെ ആളാണെന്ന് കരുതി സെറ്റിൽ ആർട്ടിസ്റ്റുകളെ തല്ലുന്നു, ജോലിക്കാരോട് ദേഷ്യപ്പെടുന്നു. അവസാനം നിനക്ക് നിന്നോട് തന്നെ സംശയം തോന്നുന്ന അവസ്ഥയിലേക്ക് നീ എത്തി. കാര്യങ്ങളൊക്കെ എത്ര വേഗം തലകീഴായി മറിഞ്ഞത് അല്ലേ സിദ്ധാർത്ഥ്? നമുക്ക് വേഗം കണ്ടുമുട്ടാം. ഗുഡ് നൈറ്റ്. സോറി സിദ്ധാർത്ഥ്, ഇനി അങ്ങോട്ട് നിനക്ക് ബാഡ് നൈറ്റുകളല്ലേ? സാറേ, ഒരുപാട് വർഷമായിട്ട് നിങ്ങളുടെ കൂടെ കോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുക. പക്ഷേ ആദ്യമായിട്ടാ സാറിനെ ഞാൻ ഇങ്ങനെ കാണുന്നേ. സാറേ, നിങ്ങളിന്ന് പാക്കപ്പ് പറഞ്ഞു വന്നു. പ്രൊഡ്യൂസറിന് 20 ലക്ഷം രൂപ നഷ്ടാ. ആ പ്രൊഡ്യൂസർ ഇന്ന് എത്രമാത്രം ഫീൽ ചെയ്തെന്ന് സാറിന് അറിയാമോ? അയാൾക്ക് അറ്റാക്ക് വന്നു സാറേ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ലൊക്കേഷനിലെ ആർട്ടിസ്റ്റിന് മാത്രമല്ല സാറേ, നിങ്ങളോട് സംസാരിക്കാൻ സെറ്റിലുള്ള എല്ലാവരും ഒരുപാട് പേടിക്കുന്നുണ്ട് സാറേ. എല്ലാവരും ജോലിയിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിച്ചിരിക്കുക. ഞങ്ങളെല്ലാവരും വിട്ടേക്ക് സാറേ. ഇന്ന് നിങ്ങളുടെ അനിയത്തിയെന്ന് കരുതിയ ജോലിക്കാരിയെ ഒരുപാട് വിഷമിപ്പിച്ചു സാറേ. നിങ്ങളുടെ വെൽവിഷറായിട്ട് പറയാ സാറേ, നിങ്ങൾ 1 മിനിറ്റ് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ സാറേ. ഞാൻ പോവുക. കാണാം സാറേ. അവിടുന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് ട്രാൻസ്ഫോർമർ വന്നിരിക്കണം. അതിൽ നിന്ന് തീപ്പൊരി വരുന്നത് കണ്ട് ജനങ്ങൾ പേടിച്ചോടണം. ഓക്കെ. പക്ഷെ ആർക്കും ആപത്ത് സംഭവിക്കരുത്. ശരി സാർ. നിന്റെ പേരെന്താ? വന്ദന സർ. വെരി ഗുഡ്. വന്ദന, മോസ്റ്റ് ഇന്റലിജന്റ് ഗേൾ. ഈ കോളിവുഡിൽ എത്ര ദിവസം എന്ന് വെച്ചാ എന്നെ കൂടെ ഹോളിവുഡിലേക്ക് വരൂ. അവിടെ നമുക്കൊരു അടിപൊളി ഗസ്റ്റ് ഹൗസ് ഉണ്ട്, സീ വ്യൂയും ഉണ്ട്. അവിടെ ഇരുന്നോണ്ട് ഫിഷിങ്ങും ചെയ്യാം. യു ലവ് ഫിഷിംഗ്? ഓ, യു ലവ് ഫിഷിംഗ്. ഫാന്റാസ്റ്റിക്. ഹായ് സിദ്ധാർത്ഥ്. ഇവൻ ഫെറോഷ്യസ് ആയിട്ട് വരുമെന്ന് കരുതിയപ്പോ ഫ്രിഡ്ജിലുള്ള പെപ്സി പോലെ കൂളാണല്ലോ. നീ പോയി ഷോട്ട് റെഡിയാക്ക്. ഓക്കേ റൈറ്റ്. കം ഓൺ ബോയ്സ്, കം ഓൺ. ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. പക്ഷെ ഈ സീക്വൻസ് ഡിസൈൻ ചെയ്തത് നീയല്ല, ഞാനാടാ. നീ പറഞ്ഞ ഡയറക്ഷനിലേക്ക് പോകേണ്ട ആ കാറ് എന്റെ ഡയറക്ഷൻ അനുസരിച്ച് നിന്റെ തലയ്ക്ക് മേലെ വന്ന് വീണാലോ? ഇവിടെയുള്ളവർ മാത്രമല്ല, നാട്ടിലുള്ള എല്ലാവർക്കും ഷോക്കാവും. ഇതൊരു ഷോർട്ട് ഇമ്പാക്റ്റ്. എങ്ങനെയുണ്ട് എന്റെ തിരക്കഥ രചനയൊക്കെ? നിനക്ക് 3 ചാൻസേ ഉള്ളൂ. 1 കുറ്റം സമ്മതിക്കുക, 2 പാക്കപ്പ് ചെയ്ത് രക്ഷപ്പെടുക, 3 മരണത്തെ പോലും ഭയപ്പെടാതെ ആക്ഷൻ എന്ന് പറയുക. എന്റെ ഷോട്ടിന് ഞാൻ റെഡിയാ, അതുപോലെ നിന്റെ ഷോട്ടിന് നീ റെഡിയാവ്. ഓൾ ദ ബെസ്റ്റ്. സാറേ 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 സാറേ
നിങ്ങളിങ്ങനെ നോക്കുന്നത് കാണുമ്പോ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ, എന്നെ നിങ്ങൾക്ക് നല്ലോണം അറിയാം സാർ. നമ്മുടെ കെമിസ്ട്രി അവിടെ നല്ലോണം വർക്കൗട്ട് ആയതാ. നിങ്ങളുടെ ഈ ലുക്ക് എനിക്ക് മനസ്സിലായി. ഞാനൊരു തകര ഡബ്ബ അതല്ലേ സാറേ? എന്ത് ചെയ്യാനാ സാറേ, എന്റെ ഫേസ് പണ്ടേ അങ്ങനെയാ. ഫസ്റ്റ് ടൈം ഞാൻ ഇന്ത്യയിലേക്ക് വരുമ്പോ പിച്ച എടുക്കുന്നത് പോലെ സ്വപ്നം കണ്ടു. സെക്കൻഡ് ടൈം ഓൾസോ ഐ കെയിം ടു ഇന്ത്യ. അപ്പോ കിൽ ബില്ല് പോലെ കില്ലിംഗ് സീനും കണ്ടു. അതിൽ ഡയറക്ടർ തന്റെ ഭാര്യയെ കൊന്ന പോലെ, നീതിക്ക് അനീതി ചെയ്തതുപോലെ, അതേ ഇമോഷനിൽ ഞാൻ വീട്ടിലേക്ക് വന്നതുപോലെ, എന്റെ ഇമോഷൻ മനസ്സിലാക്കാതെ നീ ഓവർ ആക്ടിങ് ചെയ്തതുപോലെ, നിന്റെ കൈ കൊണ്ട് അവനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴല്ലേ നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത്. ശരിയാണ്, കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് സാറേ. നിങ്ങൾ വളരെ ശരിയാണ് തന്നെ അടിച്ചായിരുന്നു. അടിച്ചത് ശരിയാണ്. നീ അവനെ ഷൂട്ട് ചെയ്തത് സത്യമാണ്. ഞാൻ അവനെ വീട്ടിൽ കെട്ടി തൂക്കിയതും സത്യമാണ്. മാത്രമല്ല ഇപ്പോ ഞാൻ അവനെ കൊല്ലാൻ പോകുന്നതും സത്യമാണ്. അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ അവനെ കൊല്ലാൻ പോവാണോ? അതെ. അങ്ങനെ ആവുമ്പോ ഇവിടെ ഞാൻ സ്റ്റേ ചെയ്യുന്നത് സേഫ് അല്ലെന്ന് തോന്നുന്നു. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ ഒരിടത്തും നീ സേഫ് അല്ല. വേഗം സ്ഥലം കാലിയാക്ക്. എന്റെ അമ്മോ, എന്റെ വിസ തീർന്നെന്നാ തോന്നുന്നു. ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റൂ. ഓക്കെ, ഗോയിങ് ഫോർ ടേക്ക് മാസ്റ്റർ. സർ, ഷോട്ട് റെഡി, ടേക്ക് പോവാ. സർ, ഷോട്ട് റെഡി, ടേക്ക് പോയാലോ? യാ. എന്താടാ, ഷോട്ട് റെഡി ആയില്ലേ? നീ ഒരുപാട് അന്വേഷിക്കണ്ട, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നിന്റെ അന്തകനായ ഞാൻ നിന്റെ പിന്നിൽ തന്നെയുണ്ട്. വേഗം പാക്കപ്പ് പറഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്, അല്ലെങ്കിൽ നിന്റെ ജീവൻ ഞാൻ എടുക്കും. ടേക്ക് മാസ്റ്റർ. ഓക്കേ സർ. റെഡി ടേക്ക്. ആക്ഷൻ. അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? സോറി, അദ്ദേഹത്തിന്റെ ജീവൻ അപകടമൊന്നുമില്ല. കാണുന്നതും സംസാരിക്കുന്നതൊക്കെ നോർമൽ ആയിരിക്കും. ബട്ട് ഇഞ്ചുറി സിവിയർ ആയതുകൊണ്ട് സ്പൈനൽ കോഡിൽ ഫ്രാക്ചർ ആയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞോ? ബോധം തെളിഞ്ഞു. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്റ്റർബ് ചെയ്യാതെ ചെന്ന് കണ്ടോളൂ. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ നവീൻ, ആ MRI റിപ്പോർട്ട്സ് എന്റെ റൂമിലേക്ക് അയക്കൂ. ഓക്കെ ഡോക്ടർ. ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ട് സാറേ? ഞാൻ പറഞ്ഞല്ലേ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ഇത് അപ്പോഴേ വിട്ടേക്കാൻ പറഞ്ഞല്ലേ. എന്നെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കും. ഓരോ നിമിഷവും നിനക്ക് ജീവനിൽ പേടി തോന്നും. നിങ്ങൾ തന്നെ മരണത്തിനടുത്ത് പോയി. ജസ്റ്റ് മിസ്സായത്. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു സാറേ. എന്തിനായിരുന്നു ഈ കുട്ടികളി? അത് തന്നെ നിങ്ങൾ തുടങ്ങി വെച്ചത് ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. സത്യത്തിൽ നിങ്ങൾക്ക് നടന്നത് ആക്സിഡന്റ് അല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്കെച്ചാ അത്. ഇതുവരെയുള്ള ജീവിതത്തിൽ തുണയൊന്നുമില്ലാതെ ജീവിച്ചില്ല സാറേ. ഇനി അങ്ങോട്ട് ഈ വീൽ ചെയർ ഉണ്ടാകും തുണയായിട്ട്. ഇപ്പോ ഈ കളി അവസാനിച്ചിരിക്കുക. സാറിന് ലൈഫിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കണ്ട.
സാർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ.